Friends, welcome back to Click and Cook Recipes. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ കറാഹി അല്ലെങ്കിൽ കടായി ചിക്കൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നോർത്ത് ഇന്ത്യ അതുപോലെ പാകിസ്ഥാനിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതുപോലെ ഇത് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രൈ ഗ്രേവിയാണ്. ചപ്പാത്തി, നാൻ, പൊറോട്ട എന്ന് വേണ്ട എന്തിൻ്റെ കൂടെയും കമ്പൈൻ ചെയ്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായി മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു അര കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്ത് വെക്കുന്നത് ഒരു ബേ ലീഫ്, 2 ഏലക്കായ്, ഒരു 6-7 കുരുമുളക്, 2 കറുവപ്പട്ട, ഒരു കറുത്ത ഏലക്ക, ഒരു തക്കോലം, പിന്നെ 2 ഗ്രാമ്പൂ. അപ്പോൾ എല്ലാ സ്പൈസസും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യണം. ഇവിടെ ഞാനൊരു 1/2 കിലോ ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലോട് കൂടിയ പീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചിക്കൻ മീഡിയം ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറ് ടേൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ 2 ഗ്രീൻ ചില്ലി ചെറിയ കഷ്ണങ്ങൾ മുറിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 വലിയ തക്കാളി നല്ല മീഡിയം സൈസായിട്ട് കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ അങ്ങ് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് കൂടി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ്. അപ്പോൾ തക്കാളിയുടെ എണ്ണം ഒരിക്കലും കുറയ്ക്കരുത്. 3 വലിയ തക്കാളി തന്നെ എടുക്കണം. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു 1/2 മുറി ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞ് കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ ബോയിൽ ചെയ്യാൻ വെക്കാം. ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാൻ ഇവിടെ കുറച്ച് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, അതേപോലെ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആഡിന് ശേഷം ഒന്നും കൂടി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക.
അപ്പോൾ ചിക്കൻ കറാഹി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദോടു കൂടി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്കിത് കമ്പൈൻ ചെയ്ത് കഴിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.